ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മഴയുള്ള നല്ല അടിപൊളി ഒരു ദിവസമാണ്, വീട്ടിലാണ്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് മഴയൊന്നും എവിടെയും ബാധിക്കില്ല. അമ്മ രാവിലെ എണീറ്റ് അമ്മയുടെ പണി തുടങ്ങും. ഞാനിങ്ങനെ മഴയൊക്കെ കണ്ടിരുന്നു. അമ്പലത്തിലൊന്നും പോയില്ല കേട്ടോ. രാവിലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് മടി പിടിച്ചിരുന്നു. അപ്പോൾ അമ്മ എനിക്കൊരു കോഫി തന്നു. ഞാൻ കട്ടൻ കാപ്പിയുടെ ആളാണേ. കട്ടൻ ചായ അത്രയ്ക്ക് ഓക്കെ, എന്നാലും ഓക്കെയാണ്, അത്രയ്ക്ക് ഇഷ്ടമല്ല, കോഫിയാണ് ഇഷ്ടം. അമ്മ രാവിലെ തന്നെ പാല് കാച്ചി പൂച്ചക്കുട്ടന്മാർക്ക് എല്ലാവർക്കും പാലൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് കേട്ടോ നമുക്കുള്ള ചായയൊക്കെ ഇടുക. അവർക്ക് രാവിലെ എഴുന്നേറ്റ് പാല് കാച്ചി തണുപ്പിച്ചങ്ങ് കൊടുക്കും. ആ സമയത്ത് അമ്മ ഇഡ്ഡലി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ട് പ്രജിക്കും ചാച്ചിക്കും ഒക്കെ കൊടുത്തു. അമ്മ ചായ വലുതായിട്ട് കുടിക്കലില്ല, വല്ലപ്പോഴും കുടിച്ചാലായി. ഞാനും കട്ടൻ കാപ്പി കുടിക്കുന്നതുകൊണ്ട് ചായ കുടിച്ചില്ല. പിന്നെ പ്രജിക്ക് ചായ എല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു. ഇവിടുത്തെ വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സഹോദരങ്ങൾ ആരും ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്ന പ്രജിക്ക് കമ്പനിക്ക് ആരും ഇല്ല. രണ്ട് വീട്ടിലും അതെ കേട്ടോ. വീട്ടിൽ ചെന്നാലും അവിടെ ആരും ഇല്ല, ചേച്ചി കല്യാണം കഴിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ മക്കളെല്ലാം കൂട്ടിയിട്ട് വരും. രണ്ട് വീട്ടിൽ ചെന്നാലും പ്രജിക്ക് ഇങ്ങനെ ഒരു കമ്പനിക്ക് ആളില്ല. അപ്പോൾ പ്രജിയും ശംഭുവും ഞാനും തന്നെയാണ് എപ്പോഴും ഞങ്ങൾ കമ്പനി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇഡ്ഡലി പൂച്ചയ്ക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് പ്രജിക്ക് രണ്ടാമത്തെ ട്രിപ്പ് ചായ കൊണ്ടുവന്നു. മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നമ്മൾ കുളിച്ച് അമ്പലത്തിലെല്ലാം പോയിട്ടുണ്ടാവും. ഇന്ന് മഴയായതുകൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ല. അപ്പം അമ്മ കുളിക്കുന്നതിന് മുമ്പായിട്ട് വന്നിട്ട് നമ്മുടെ മരത്തിൽ നിന്ന് കുറേ പേരക്കയെല്ലാം പഴുത്ത് വീണു. കുറേ നിറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ചാച്ചി ആ സമയത്ത് റീൽസും കണ്ട് ചായ ഒക്കെ കുടിച്ചിരിക്കലാണ്. ഞാൻ അമ്മയും കൂടെ പുറത്തേക്ക് ചുമ്മാ ഇറങ്ങി ഇങ്ങനെ ചെടിയൊക്കെ കാണാനും അങ്ങനെയൊക്കെ. അപ്പം അമ്മ കുറച്ച് പേരക്കയെല്ലാം വീണതെല്ലാം എന്തൊക്കെ വീണെടുപ്പുണ്ടോ അതെല്ലാം പെറുക്കി മാറ്റി പുറകുവശത്ത് കുറച്ചൊരു മിറ്റമുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഞാനപ്പോൾ ഇങ്ങനെ പൂക്കളിലുള്ള വെള്ളമെല്ലാം തട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം. അപ്പോൾ ശമ്പൂട്ടിന് നല്ല ചൂട് പാലിങ്ങനെ കുടിപ്പിക്കുകയാണ്. ഇവിടെ വന്നാലും വെക്കേഷൻ എവിടെ ചെന്നാലും, അവിടെ കണ്ണൂർ വീട്ടിൽ ചെന്നാലും ഇവിടെ വന്നാലും അമ്മമ്മമാർ അവൻ്റെ പണി ചെയ്ത് കൊടുക്കുന്നതാണ് അവനിഷ്ടം. കുളിപ്പിക്കലായാലും ഭക്ഷണം കൊടുക്കലായാലും എല്ലാം. ആ സമയമായപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും മുട്ടയും പിന്നെ നമ്മുടെ കണ്ണൂരപ്പവും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളതെല്ലാം കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഡെയിലി രാവിലെ കട്ട് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് നമ്മൾ അമ്മയുടെ ഈ അലമാര അടുക്കാം എന്നുള്ള പരിപാടിക്ക് പോയത് കേട്ടോ. കാരണം ഇത് വല്യമ്മച്ചിയുടെ അലമാരയാണേ, അതായത് അച്ഛൻ്റെ അമ്മയുടെ. അപ്പം വല്യമ്മച്ചി മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി. ഈ അലമാര നശിപ്പിക്കാനൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എല്ലാ സാധനവും സൂക്ഷിച്ച് വെക്കണം എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഉള്ള സാധനം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കണം. അല്ലാണ്ട് അവരുപയോഗിച്ചിരുന്ന സാധനം എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ആക്രി പോലെ കുറേ സാധനങ്ങൾ കൂട്ടി വെക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതിനൊരു മേക്ക് ഓവർ കൊടുക്കാം. കാണുമ്പോൾ നല്ല വൃത്തിക്ക് ഇരിക്കണമല്ലോ, എന്നാലേ അവർക്ക് മീൻസ് നമ്മൾ വെക്കുന്നതിനൊരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ. കാണുമ്പോൾ അയ്യോ അത് വൃത്തികെട്ട് കുറേ ഇങ്ങനെ ചെതലരിച്ച് അല്ലെങ്കിൽ പൊടി പിടിച്ച് അല്ലെങ്കിൽ തുരുമ്പൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അതൊരു വിഷമമാണ്. കാരണം വല്യമ്മച്ചിയൊക്കെ ഇത് പൊന്നുപോലെ കൊണ്ട് നടന്ന അലമാരയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഫുള്ള് അതിന് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് അമ്മയുടെ സാരി എല്ലാം അടുക്കി വെച്ച് കൊടുത്തു കേട്ടോ. ഈ സൈഡിലിരിക്കുന്ന മൊത്തവും സെറ്റ് മുണ്ടുകളാണ്, സെറ്റും മുണ്ടും പല കളറിലെ. ഇത് മൊത്തം ഇത് മിക്സറാണ് കേട്ടോ. കുറച്ച് ഷിഫോൺ സാരി, ഇത് അമ്മയുടെ കല്യാണ സാരി, പിന്നെ കുറച്ച് സെറ്റ് സാരി. സെറ്റ് സാരി എന്ന് വെച്ചാൽ പച്ചകൾ മാത്രമാണ് അടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം അമ്മയ്ക്ക് എപ്പോഴും കൈ പച്ചയിലോട്ടാണ് പോവുക. അങ്ങനെ ഇത് പിന്നെ കുറച്ച് കല്യാണത്തിന് ഒക്കെ പോകാൻ പരുവത്തിനുള്ള കുറച്ചൊരു ഗോൾഡൻ ഷിമറി ഷെയ്ഡൊക്കെയുള്ള കുറച്ച് സാരികളാണ്, കുറച്ചൊരു സിൽക്ക് മോഡൽ സാരികൾ. പിന്നെ ഇതെല്ലാം പീകോക്ക് ഡിസൈനും കുറച്ച് വർക്കുകൾ വരുന്ന മൾട്ടി കളറിലുള്ള സാരികളാണ് ആയിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലിരിക്കുന്ന ഇത് കുറച്ച് വൈറ്റ് ഷെയ്ഡുള്ള ഓഫ് ഷെയ്ഡുള്ള അമ്പലത്തിലൊക്കെ ഉടുക്കുന്ന പോലത്തെ, മീൻസ് അങ്ങനെ വലിയ ഡാർക്ക് കളറൊന്നും ഇല്ലാത്ത അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും ഒക്കെ ഒരുപോലെ ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാരികൾ. അമ്മമ്മ കുറച്ച് നാൾ ഉടുക്കും, പിന്നെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും, അങ്ങനെയൊക്കെ. അമ്മമ്മയുടെ വല്യമ്മച്ചിരി അങ്ങനെ കുറച്ച് സാരികളൊക്കെയാണ് കേട്ടോ. സെറ്റ് സാരികളെല്ലാം പല കളറിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മുകളിലിരിക്കുന്ന എല്ലാം കുറച്ച് പീകോക്ക് ഡിസൈനും അങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ബോഡിയിലുള്ളതും അങ്ങനെ ഞാൻ പല തരത്തിൽ അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം കോട്ടൺ സാരിയാണ്, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ മൊത്തം ഷിഫോൺ സാരിയാണ്. പിന്നെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ആ സെറ്റ് സാരിയുടെ മുകളിൽ ഒരു 3-4 വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്മയുടെ സാരികളെല്ലാം കുറച്ചൊന്ന് അടുക്കി വെച്ച് കൊടുത്തു. പിന്നെ അലമാരയുടെ അകം ഇത് ഷോൾ 2 ഇട്ടതാണ്. അമ്മ ഇങ്ങനെ നൈറ്റിയാണ് വീട്ടിലിടുക. അപ്പോൾ പെട്ടെന്ന് മുറ്റത്തോട്ടൊന്ന് പോകണമെങ്കിലോ ഗേറ്റിൻ്റെ പുറത്തേക്ക് അങ്ങനെ പുറത്തേക്ക് അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ പോകണമെങ്കിൽ ആ ഷാളൊന്ന് എടുത്തിട്ടിട്ടാണ് അമ്മ പോവുക. അങ്ങനെ പിന്നെ ഒരു നേരിതും അമ്പലത്തിൽ പോകുമ്പം ആണുങ്ങൾ ഇടുന്ന പോലത്തെ നേരിത്. അപ്പോൾ ഇതാ ഫുള്ള് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഒരു അത്യാവശ്യം കാണാൻ വൃത്തിയുള്ളൊരു കോലത്തിലാക്കിയിട്ടുണ്ട്. ഒരു വുഡൻ ഷെയ്ഡുള്ള വാൾപേപ്പർ മേടിച്ച് ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാവും, അങ്ങനെ വൃത്തിയോടൊന്നും അറിയില്ല.
ഇത് പിന്നെ ഒരു തടിയലമാരയാണ്. ഇത് അമ്മയുടെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത തടിയലമാരയാണ്. നമ്മുടെ വീട്ടിലുള്ളതെല്ലാം ഈ പറഞ്ഞതുപോലെ വീട്ടിലുള്ള അച്ഛനമ്മമാർ, അപ്പൂപ്പനും അമ്മമ്മയും ഒക്കെ മേടിച്ച സാധനങ്ങളാണ് എല്ലാം വീട്ടിൽ കിടക്കുന്നത്. പുതിയതായിട്ട് നമ്മളൊന്നും മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത്രയും ചെറിയ വീടാണ്, അത് അതിനനുസരിച്ചുള്ള സ്പേസേ ഉള്ളൂ അവിടെ. അതിനെല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ അലമാരയിൽ ഈ പറഞ്ഞ പോലെ അമ്മയുടെ സാരിക്ക്, മറ്റേ അലമാരി കണ്ട സാരിയുടെ കണക്കായിട്ടുള്ള ബ്ലൗസുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വർക്കുള്ളതും വർക്കില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ബ്ലൗസുകളും പാവാടയും, അതായത് ബെഡ്ഷീറ്റ്, നൈറ്റി എല്ലാം അതിനകത്ത് അടുക്കി വെച്ചു. അപ്പോൾ ഫുള്ളൊരു അമ്മയുടെ വാർഡ്രോബ് അങ്ങ് ഓർഗനൈസ്ഡ് ആയ പോലെയായി. അപ്പോൾ അമ്മയ്ക്കും സന്തോഷം, എടുക്കാനും എളുപ്പം. അങ്ങനെ ഞങ്ങൾ ഈ പണി ചെയ്യുമ്പോഴത്തേക്ക് അമ്മ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറിയും മീൻ വറുത്തതും ചീരത്തോരനും പപ്പടവും സാമ്പാറും. നമ്മൾ രാവിലെ ഇഡ്ഡലി സാമ്പാറും അല്ലായിരുന്നു, അപ്പോൾ സാമ്പാറും അങ്ങനെ. അപ്പോൾ പ്രജിക്ക് വേണ്ടി മീൻകറി വെക്കും. എനിക്ക് സാമ്പാറാണ് ഇഷ്ടം, ശംഭുവിന് മീൻ വറുത്തതാണ് ഇഷ്ടം, എനിക്ക് ചീരത്തോരൻ ഇഷ്ടമാണ്. ശംഭുവിന് മീൻ വറുത്തതും പപ്പടവും, പ്രജിക്ക് മീൻകറിയും മീൻ വറുത്തതും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലാണ് അമ്മ ഭക്ഷണം ഒരുക്കുന്നത്. പക്ഷെ ഞാൻ പണ്ടെപ്പോഴും പറയുന്നത് പോലെ എല്ലാവരുടെയും പ്ലേറ്റിലെല്ലാം കാണും. നമ്മൾ വിളമ്പി വരുമ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. അമ്മയുടെ ഭക്ഷണമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഈവൻ പ്രജിക്കും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. എപ്പോഴും എന്നെ അമ്മയുടെ മുമ്പ് വെച്ചിട്ട് കളിയാക്കും, നീ അമ്മ ഉണ്ടാക്കുന്ന പോലെ വെക്കാൻ പഠിക്കുക, അമ്മ ഉണ്ടാക്കുന്ന പോലെ. അമ്മയുടെ ഭക്ഷണമാണ് പ്രജിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നോട് പറയാറുമുണ്ട് എപ്പോഴും, അതാണ് അടിപൊളി എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെന്താ, ഫുള്ള് മഴയാണ്, എവിടെയും പോകാൻ പറ്റിയില്ല. അങ്ങനെ മഴ ആസ്വദിച്ച് ആ ദിവസം അങ്ങനെ അങ്ങ് പോയി. നാളെ തൊട്ട് ഇനി അമ്മമ്മയെ കാണാനും കസിൻസിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പോകണം. ഇത്രയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ.